ഞാൻ പള്ളാത്തുരുത്ത് ബോട്ട് ക്ലബിൻ്റെ ട്രഷററാണ്. ഇത്തവണ പള്ളാത്തുരുത്ത് ബോട്ട് ക്ലബ്ബ് ജലചക്രവർത്തി കാരിച്ചാൽ ചുണ്ടലിലാണ് നെഹ്റു ട്രോഫി CBL മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. കണ്ടിന്യൂ ആയിട്ടുള്ള 4 മത്സരങ്ങൾ വിജയിച്ചു. 5ാമത്തെ മത്സരം ആണ്. അതായത് ഫാബുലസ് 5 എന്ന ഒരു മുദ്രാവാക്യത്തിലൂടെയാണ് ഞങ്ങൾ ഇത്തവണ നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്നത്. അപ്പം എല്ലാവിധ തയ്യാറെടുപ്പുകളോടും കൂടി ഞങ്ങൾ ഇന്ന് ജലചക്രവർത്തിയായ കാരിച്ചാൽ ചുണ്ടനെ പള്ളാത്തുരുത്തിലേക്ക് ആനയിക്കാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതിൻ്റെ കർമ്മങ്ങൾ ഏതാനും നിമിഷങ്ങൾക്ക് ആ ചടങ്ങുകൾ ഇവിടെ ആരംഭിക്കുന്നതായിരിക്കും. ഓക്കെ. PP പ്രസാദ്, കാരിച്ചാൽ ചുണ്ടൻവള്ള സമിതിയുടെ സെക്രട്ടറിയാണ്. നമ്മുടെ വള്ളം വളരെ പ്രതീക്ഷയോടു കൂടിയാണ് 2024 മത്സരങ്ങളെ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ 8 കൊല്ലമായിട്ട് നമ്മുടെ കാരിച്ചാൽ കരയിലേക്ക് ഒരു കപ്പ് എത്തിയിട്ടില്ല. അതിൻ്റെ ഒരു വലിയ പ്രശ്നം തന്നെ വള്ളത്തെ സ്നേഹിക്കുന്ന ആളുകളും അഭിമുഖീകരിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ജലോത്സവ ലോകത്തിലെ കരുത്തരായ സാരഥികൾ ഞങ്ങളുടെ വള്ളത്തെ നയിക്കുവാൻ അവർ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ കരുത്തും ഞങ്ങളുടെ ഒരു ഉത്സാഹവും ഒക്കെയാണ് ഈ വള്ളംകളിയിലേക്ക് നിദാനമായിട്ട് വന്നത്. തീർച്ചയായിട്ടും 2 കരകളും അവരും പള്ളാത്തുരുത്തിയുടെ ആ കരുത്തും കാരിച്ചാലിൻ്റെ സ്ഥിരോത്സാഹവും ഒക്കെ എടുത്തുകൊണ്ട് കൃത്യമായിട്ട് ഈ വള്ളത്തിൽ 2024 CBL കളിയും നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള മുഴുവൻ ജലോത്സവങ്ങളുടെയും കപ്പ് കാരിച്ചാൽ കരയിലേക്ക് ഇക്കൊല്ലം എത്തിക്കാനാകുമെന്നാണ് കാരിച്ചാൽ കരയുടെ ശുഭപ്രതീക്ഷ. ഞാൻ കാരിച്ചാൽ ചുണ്ടൻ വള്ളത്തിൻ്റെ 2024 ഖജാൻജിയായി സ്ഥാനമേറ്റെടുത്തതിന് ശേഷം കാരിച്ചാൽ ചുണ്ടൻ 2024 നെഹ്റു ട്രോഫിയിലും CBL മത്സരങ്ങളിലും പങ്കെടുക്കുന്നതിനായിട്ട് ഇന്ന് പള്ളാത്തുരുത്തികളുടെ കരുത്തുറ്റ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് വള്ളം പുന്നമടിയിലേക്ക് ഇന്ന് യാത്രയാവുകയാണ്. ഈ വർഷത്തെ നെഹ്റു ട്രോഫിയിലും CBL മത്സരങ്ങളിലും പങ്കെടുത്ത് വിജയം കൈവരിക്കുന്നതിനായിട്ട് നല്ല വിശ്വാസമുള്ള കരങ്ങളിലേക്കാണ് ഞങ്ങൾ കാരിച്ചാൽ ചുണ്ടനെ ഏൽപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നെഹ്റു ട്രോഫികളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ഒരു ചുണ്ടൻ ഉണ്ടെങ്കിൽ അത് ജലചക്രവർത്തി കാരിച്ചാൽ ചുണ്ടനാണ്. ഈ വർഷത്തെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ കരങ്ങളിൽ വള്ളം നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുമ്പോൾ വിജയം കൈവരിക്കാനായിട്ട് എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായങ്ങൾ ഞാൻ അപേക്ഷിക്കുന്നു. അതിനുവേണ്ടി എല്ലാ ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. നമസ്കാരം. ജലോത്സവത്തിന്റെ അതേ സ്ഥലത്ത് തന്നെ ആർപ്പോയെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ സ്വീകരിക്കുകയും അദ്ദേഹം വീട്ടിലേക്ക് വാങ്ങിയതിനു ശേഷം ചടങ്ങ് ആരംഭിക്കുന്നു. രക്ഷാധികാരി അജിതൻ PC-ക്ക് കാരിച്ചാൽ ചുണ്ടൻ വള്ളത്തിന്റെ സെക്രട്ടറി ശ്രീ PP പ്രസാദ് അവர்கள் ദക്ഷിണ നൽകി ആദരിക്കും. മാറ്റിക്കോ,
ഇന്ന് ഈ കാഴ്ച വെള്ളം ഇറക്കുന്ന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കാഴ്ച വെള്ളത്തിന്റെ ഈ വർഷത്തെ തുഴച്ചിലിന് വേണ്ടിയിട്ട് കാഴ്ചക്കാരെ സഹായിക്കുവാൻ വേണ്ടി മുംബൈയിലുള്ള അപ്പാർ കേബിൾ സൊല്യൂഷൻസിന്റെ കേരളത്തിലെ ഏരിയ മാനേജർ ശ്രീ ആന്റണി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ ആന്റണിക്ക് ഒരു ബൊക്കെ നൽകി സ്വീകരിക്കാൻ വേണ്ടി AP പ്രസാദ് സെക്രട്ടറി ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടമ്പലത്തിനുള്ള ഈ തവണത്തെ വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നെഹ്റു ട്രോഫി മുതൽ CBL കളി മുതൽ പൈപ്പാട് ജലോത്സവം വരെ കാരിച്ചാൽ കരയിൽ ട്രോഫി എത്തിക്കണമെന്നുള്ള വീറുവാശയോട് കൂടി തന്നെ കാരിച്ചാൽ കര ഒന്നടങ്കം എടുത്ത തീരുമാനമാണ് PBCക്ക് വള്ളം കൊടുക്കുക. PBC ഒന്നടങ്കം സ്വീകരിക്കുകയും ഇന്നിവിടെ അവർ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ എല്ലാമായ ശ്രീ മനോജ് സാറിന് നിമിഷം ക്ഷണിക്കുകയാണ്. മനോജ് സാറിന് ബൊക്കെ കൊടുക്കാൻ വേണ്ടി കാരിച്ചാൽ ചുണ്ടമ്പലത്തിന്റെ ക്യാപ്റ്റൻ ശ്രീ പ്രസാദ് ലാൻസിനെ ക്ഷണിക്കുന്നു. നമ്മുടെ കാഴ്ചക്കരയിലുള്ള കുറെ ചെറുപ്പക്കാർ അവരുടെ ആഗ്രഹമായിരുന്നു തവണ PBC വള്ളം തുഴയുമ്പോൾ ഒരു ജേഴ്സി അണിഞ്ഞുകൊണ്ട് വള്ളം തുഴയണം. അവര് അവരുടെ സ്നേഹം കാണിച്ചു. ഒരു പരസ്യം കൂടാതെ തന്നെ, ഒരു കമ്പനിയും പരസ്യം കൂടാതെ ഒരു ജേഴ്സി അവരെ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. ആ ജേഴ്സി PBCക്ക് കൈമാറാൻ വേണ്ടിയിട്ട് കാഴ്ചാൽ കരയുടെ ഈ സമിതിയുടെ ട്രഷറായ സാങ്കുട്ടിച്ചാനെ അത് സ്വീകരിക്കാൻ വേണ്ടി PBCയുടെ സെക്രട്ടറി സുധീർ സാറിനെ ക്ഷണിക്കുന്നു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമ്മൾ വള്ളം ഇറക്കുന്ന കരയിലേക്ക് പോകാൻ എല്ലാവരും സഹകരിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.
ഇത് ശ്രീ ആൻ്റണിയാണ്, ഞാനത് പരിചയപ്പെടുത്തുകയാണ്. കാരിച്ചാൽ ചുണ്ടമ്പലത്തിന് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് മുംബൈയിലുള്ള അപ്പാർ കേബിൾ സൊല്യൂഷൻ എന്ന കമ്പനിയുടെ കേരളത്തിലെ ഏരിയ മാനേജറാണ്. അവരാണ് ഈ തവണത്തെ കാരിച്ചാവളത്തിൻ്റെ മെയിൻ സ്പോൺസർ. അവരുടെ സ്പോൺസർഷിപ്പിൽ കൂടിയാണ് നമ്മൾ ഇത്തവണ നമ്മുടെ എല്ലാ കഴിവുകളും പ്രകടമാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആൻ്റണിയെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. ആൻ്റണി, യു ക്യാൻ സേ ഫ്യൂ വേർഡ്സ്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മൾ കേരളത്തെക്കുറിച്ച് ആരോട് പറഞ്ഞാലും ആദ്യം മനസ്സിൽ വരിക ഒരു വള്ളംകളി, വള്ളം കാര്യങ്ങളാണ്. അപ്പോൾ വളരെയധികം കേരളത്തിന് പൈതൃകമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പരിപാടിയുടെ ഭാഗമാകാൻ, അത് കമ്പനിയുടെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചാൽ വളരെ നിമിത്തമായിട്ട് ഞാൻ കരുതുന്നു. കാരിച്ചാൽ ചുണ്ടനും അത് തുഴയുന്ന PVC ക്ലബിനും എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഈ പറഞ്ഞ പോലെ ഈ വർഷത്തെ നെഹ്റു ട്രോഫി കാരിച്ചാൽ ചുണ്ടനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി. Thank you so much.
നാട്ടിൽ